ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സബ്രീന. ഇന്നത്തെ റെസിപ്പി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ, പക്ഷെ ഞാൻ എൻ്റേതായ രീതിയിൽ ഇവിടെ കാണിക്കുന്നത് കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. പഴത ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. നല്ലോണം പഴുത്ത പഴമല്ല കേട്ടോ നമുക്കിതിന് വേണ്ടത്, പച്ചയല്ല. ആ ഒരു രീതിയിലുള്ള പഴമാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് നമുക്കിത്. ഈ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, നമുക്ക് നല്ല പഴുത്ത പഴം കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും, ഈ ഒരു ടൈപ്പുള്ള പഴം കൊണ്ടും ഉണ്ടാക്കും. രണ്ടിൻ്റെ ടേസ്റ്റ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതിലോട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതധികം മധുരമില്ലാത്ത പച്ച പോലത്തെ പഴമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അരക്കപ്പോളം പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ പഞ്ചസാര എല്ലാം അലിഞ്ഞ് പഴത്തിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത്. 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ മധുരത്തിന് നോക്കിയിട്ടാണ് പഞ്ചസാരേൻ്റെ അളവ് നോക്കേണ്ടത്. ഇനി ഇതാ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളിതാ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാൽപ്പൊടി അല്ലെങ്കിൽ നമുക്ക് പാലായാലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ഇതാ മൈദയാണ് ചേർക്കുന്നത്. അത് 2 ടേബിൾ സ്പൂണ് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായി മിക്സാക്കിയ ശേഷം നമ്മുടെ ഈ ഒരു പഴത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി മാത്രമായിട്ടാണ് ഞാനിവിടെ പഴം എടുത്തത്. അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പണ്ട് മുതലേ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉമ്മ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. നല്ലൊരു ടേസ്റ്റാണ്. നെയ്യിൻ്റെതും ഏലക്കയുടെ എല്ലാം ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം അത് മാറ്റി വെക്കാം. ഇനി ഇതേ പാത്രത്തിലോട്ട് ഞാനിതാ നമ്മൾ പഴത്തിൻ്റെ ആ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ട വെച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നായിട്ട് ഇത് അടച്ച് വെച്ച് ഈ ഒരു പാത്രം അടച്ച് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ചൂടാക്കി വെക്കുക. ആ സമയത്ത് നമ്മൾ ഒഴിച്ച് നല്ല ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അതും അല്ലെങ്കിൽ നമുക്ക് അടിയിലൊരു തട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് വെന്തിട്ടുണ്ട്. സൈഡെല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇതാ നല്ല ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.